തിരുവനന്തപുരം പാറശാല പളുകളിൽ വീടിനോട് ചേർന്നുള്ള പാറ അടർന്നു വീണ് വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. 50-കാരി രാജകുമാരിക്കാണ് പരിക്കേറ്റത്. രാവിലെ ശുചിമുറിയിൽ കയറുന്നതിനിടെയായിരുന്നു അപകടം. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, തലസ്ഥാനത്ത് ഇന്നലെ ഉടനീളം ഈ പുലർച്ചെ വരെ വലിയ മഴയായിരുന്നു, തോരാ മഴയായിരുന്നു, വലിയ മിന്നലും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പാറ ഇടിഞ്ഞു വീണത്? ഈ വീട്ടമ്മയെ കൃത്യസമയത്ത് പുറത്തെത്തിക്കാൻ സാധിച്ചിരുന്നു? എങ്ങനെയാണ് ഇപ്പോൾ ആരോഗ്യനില? ഈ വീട്ടമ്മയുടെ ആരോഗ്യനില ചെറിയ തോതിൽ ഗുരുതരമാണ്. 2 കാലുകൾക്കും പൊട്ടലുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാത്രി തലസ്ഥാന ജില്ലയിൽ പൂർണ്ണമായും ശക്തമായ മഴയുണ്ടായിരുന്നു. ആ ശക്തമായ മഴയുടെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിലിനോടൊപ്പം തന്നെ വീടിന്റെ സമീപത്തുണ്ടായിരുന്ന പാറയും ഉരുണ്ടുവരികയാണെന്നു. പാറ പൂർണ്ണമായും അടർന്ന് താഴേക്ക് ഇവരുടെ വീടിന്റെ ഭാഗത്തേക്ക് പതിക്കുകയായിരുന്നു. ഈ ശുചിമുറിയിലേക്ക് പുലർച്ചെ രാജകുമാരി പോകുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഈ പാറ ചെറിയ തോതിലെങ്കിലും ഇവരുടെ ശരീരത്തിലേക്ക് തട്ടുകയും ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് നാട്ടുകാർ എത്തിയാണ് ഇവരെ രക്ഷിച്ച് ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ളവർ എത്തി. നാട്ടുകാരുടെയൊക്കെ രക്ഷാപ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പാറശാല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് സമീപത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 കാലുകൾക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. 2 കാലുകളിലും ഇപ്പോൾ പൊട്ടലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാറയുടെ ഒരു ഭാഗം ചെറുതായിട്ട് തന്നെ ഇവരുടെ ശരീരത്തിലേക്ക് പതിച്ചു. അങ്ങനെയാണ് കാലുകൾക്ക് പൊട്ടലേറ്റത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയാണ് ഇവരെ പുറത്തേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ പാറ അടർന്നു വീഴുന്നത്. ഈ പാറയുടെ തൊട്ട് താഴെയായിരുന്നു ഇവരുടെ ശുചിമുറി ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ പാറയും മണ്ണിടിച്ചിലും ഒരുമിച്ചുണ്ടായ സാഹചര്യത്തിൽ ശുചിമുറിയിലേക്ക് മറിഞ്ഞു വിടുകയും ഇവർ ഓടി രക്ഷപ്പെടാതിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ അവിടെ സംഭവിക്കുമായിരുന്നു എന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 കാലുകൾക്കും പൊട്ടലുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.